സോ ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് ഹു ഇസ് കംപ്ലീറ്റഡ് ഡിഗ്രി ആൻഡ് നിങ്ങൾക്ക് ACCA ചെയ്യാൻ താല്പര്യമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു മാസ്റ്റേഴ്സും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് കോഴ്സാണ് ACCA പ്ലസ് MBA. സോ ഇൻ ട്രിപ്പിൾ ഐ നമ്മൾ MBA ക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 2 യൂണിവേഴ്സിറ്റീസ് ആണ്. ദ ഫസ്റ്റ് വൺ ഇസ് ജെയിൻ യൂണിവേഴ്സിറ്റി ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് യെനപ്പോയ യൂണിവേഴ്സിറ്റി. സോ ACCA പ്ലസ് MBA എന്ന് പറയുന്ന കോഴ്സ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഡുവൽ ക്വാളിഫിക്കേഷൻ. സോ നമുക്കറിയാം MBA എന്ന് പറയുന്ന കോഴ്സ് 2 years ആണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ആൻഡ് ഇഫ് യു ചൂസിങ് ACCA പ്ലസ് MBA നമുക്ക് ഈ 2 വർഷം കൊണ്ട് MBAയും ചെയ്യാം, അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സായി ACCAയും കംപ്ലീറ്റ് ചെയ്യാം. ദ നെക്സ്റ്റ് വൺ ഇസ് 9 പേപ്പർ എക്സിംഷൻ. നമുക്ക് ACCAയിൽ ടോട്ടൽ വരുന്നത് 13 പേപ്പേഴ്സ് ആണ്. സോ ഇഫ് യു ചൂസ് ACCA പ്ലസ് MBA ഈ 13 പേപ്പേഴ്സിൽ 9 പേപ്പേഴ്സ് നമുക്ക് എക്സിംപ്റ്റഡ് ആണ്. എക്സിംപ്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഈ 9 പേപ്പേഴ്സ് നമുക്ക് ACCAയുടെ എക്സാം എഴുതണ്ട, നമ്മൾ റിമൈനിങ് ആയിട്ടുള്ള 4 പേപ്പേഴ്സ് മാത്രം എഴുതിയാൽ നമ്മൾ എഫിലിയേറ്റ് ആവും. സോ വൈ ആർ വി ഗെറ്റിംഗ് ദിസ് എക്സിംഷൻ? നിങ്ങളിപ്പോൾ ഒരു റെഗുലർ MBA ചെയ്യുവാണെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഒരു റെഗുലർ MBA ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര എക്സിംഷൻസ് കിട്ടില്ല. ദെൻ വൈ ആർ വി ഗെറ്റിംഗ് 9 എക്സിംഷൻ ഫോർ ദിസ് പർട്ടിക്കുലർ പ്രോഗ്രാം? ദ റീസൺ ഈസ് ദാറ്റ് നമ്മൾ ഈ ഒരു MBA സ്പെസിഫിക്കലി ടൈലേർഡ് ആണ്. അതായത് ACCAയിൽ വരുന്ന സിലബസ്, ACCA പേപ്പേഴ്സിൻ്റെ സിലബസ് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ MBA നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വൈ വി ആർ ഗെറ്റിംഗ് എക്സിംഷൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഗ്ലോബൽ റെക്കഗ്നീഷൻ. ഇപ്പോൾ നിങ്ങളൊരു റെഗുലർ MBA ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള വാല്യൂ അല്ല നിങ്ങളൊരു ACCA പ്ലസ് MBA എന്ന് പറഞ്ഞൊരു ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ACCA എന്ന് പറയുന്നത് ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പം ഒരു ഡുവൽ ക്വാളിഫിക്കേഷൻ്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു കോഴ്സ് റൂട്ട്, നമ്മൾ കോഴ്സ് റൂട്ട് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ 2 years ആണുള്ളത്. ആൻഡ് സെക്കൻഡ് ഇയറിലായിരിക്കും നിങ്ങൾ ACCAയുടെ P ലെവൽ പേപ്പേഴ്സ്, പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഈവൻ ദോ നിങ്ങൾക്ക് ഈ 9 പേപ്പേഴ്സ് എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിലും, അപ്പം സ്റ്റുഡൻസൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് ഈ 9 പേപ്പർ എക്സംപ്റ്റഡ് ആയിട്ട് നേരെ നമ്മൾ P ലെവലിലേക്ക് പോയി P ലെവൽ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ഹാർഡായിരിക്കില്ലേ, ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്നൊരു ഡൗട്ടുണ്ട്. സോ വാട്ട് വി ആർ ഡൂയിങ് ഇൻ ട്രിപ്പിൾ ഐ ഇസ് ദാറ്റ് നമ്മളിവിടെ MBAയുടെ ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് ജെയിൻ യൂണിവേഴ്സിറ്റി, അതുപോലെ യെനപ്പോയുടെ ക്ലാസ് യെനപ്പോയ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ബട്ട് ഇൻ ട്രിപ്പിൾ ഐ വിൽ പ്രൊവൈഡ് ACCA ക്ലാസ്സസ്. ACCAയുടെ പേപ്പറിന് എക്സിംപ്റ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സിൻ്റെ ക്ലാസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് നമുക്കറിയാം ACCAക്ക് 50% ആണ് പാസ്സാവാൻ വേണ്ടത്. ഔട്ട് ഓഫ് 100 നമുക്ക് 50 മാർക്സ് ഉണ്ടെങ്കിലാണ് പാസ്സാവുള്ളൂ. സോ ആഫ്റ്റർ ഈച്ച് പേപ്പർ നമ്മളിവിടെ ഇപ്പോൾ F5 എന്ന് പറഞ്ഞ പേപ്പർ കൊടുത്തു. F5 പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പിൾ ഐയുടെ സൈഡിൽ നിന്ന് എക്സാംസ് കണ്ടക്ട് ചെയ്യും. ഈ എക്സാംസ് കണ്ടക്ട് ചെയ്തതിൽ 50 മാർക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ പാസ്സാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത റീസിറ്റ് എഴുതണം. ഈ റീസിറ്റ് എഴുതി പാസ്സായി മാത്രമാണ് നിങ്ങൾ നെക്സ്റ്റ് പേപ്പറിലേക്ക് പോകുള്ളൂ. സോ വി മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ദ നോളജ്. നിങ്ങൾക്ക് P ലെവൽ എത്തുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഈ പേപ്പേഴ്സിൻ്റെ നോളജും, അതുപോലെ തന്നെ നമ്മൾ എക്സാം നടത്തുന്നത് ACCAയുടെ എക്സാം പാറ്റേണിൽ തന്നെയാണ്. എങ്ങനെയാണോ ACCAയുടെ എക്സാം സ്ട്രക്ചർ ചെയ്തേക്കുന്ന പാറ്റേൺ എങ്ങനെയാണോ ആ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒന്ന് ഫെമിലറൈസ് ആവും ACCAയുടെ എക്സാംസ് എങ്ങനെയാണെന്നുള്ളത്. അല്ല നിങ്ങൾ ഡയറക്റ്റ് P ലെവലിലേക്ക് പോയിട്ട് എക്സാംസ് എഴുതുമല്ല. ബിക്കോസ് MBAയുടെ എക്സാംസും ACCAയുടെ എക്സാംസും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ബട്ട് നിങ്ങൾക്ക് P ലെവൽ എത്തുമ്പോഴത്തേക്കിനും ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് നിങ്ങൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ എക്സാംസ് എഴുതി പാസ്സായി മാത്രമാണ് നിങ്ങൾ നെക്സ്റ്റ് പേപ്പറിലേക്ക് പോകുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സിലബസ്. നമ്മളിപ്പോൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ സെമസ്റ്റർ 1 നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് MBAയിൽ പഠിക്കുന്നത് ACCAയിലെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പേപ്പറാണ് നിങ്ങൾ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആയിട്ട് MBAയിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം കാണിക്കുന്നില്ല. നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എല്ലാ പേപ്പേഴ്സും നമുക്ക് എക്സംഷൻ കിട്ടുന്ന പേപ്പേഴ്സ് എല്ലാം തന്നെ നമ്മളിവിടെ MBAയിൽ പഠിക്കുന്നുണ്ട്. എക്സംഷൻ കിട്ടുന്ന പേപ്പേഴ്സ് തന്നെയല്ല, P ലെവൽ പേപ്പേഴ്സിലെ പേപ്പേഴ്സും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പക്ഷേ എക്സാം പാറ്റേൺ ഡിഫറെൻ്റ് ആണ് MBAയിൽ. ദാറ്റ് ഇസ് വൈ യു ഹാവ് ടു റൈറ്റ് P ലെവൽ പ്രൊഫഷണൽ ലെവൽ എക്സാംസ്. ACCAയിൽ വരുമ്പോഴത്തേക്കിനും ഈ പ്രൊഫഷണൽ ലെവൽ എക്സാംസും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ എഫിലിയേറ്റ് ആവുക. സോ ഇത്രയാണ് ACCA പ്ലസ് MBA പറ്റി പറയാനുള്ളത്. ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. താങ്ക് യു.